ഹത്രസ് ദുരന്തത്തിന് പിന്നിലെ രഹസ്യ കൊലയാളിയായ ആ ആൾദൈവം ആരാണ്? ഉത്തർപ്രദേശ് അങ്ങനെയാണ്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുകളാകുന്ന ആത്മീയതയുടെ അതിപ്രസരമുള്ളൊരു നാട്. 1999 തനിക്ക് ദൈവത്തിൽ നിന്ന് ഉൾവിളിയുണ്ടായെന്നും അമാനുഷിക ശക്തി ലഭിച്ചെന്നും ഉറക്കെ പ്രഖ്യാപിച്ചാണ് ബഹദൂർ നഗരി ഗ്രാമത്തിലെ കർഷക കുടുംബാംഗമായ സൂരജ് പാൽ സ്വയം ഒരു ആൾദൈവമായി അവരോധിക്കുന്നത്. അന്നു മുതൽ അദ്ദേഹത്തെ വിശ്വാസികൾ ഭോലെ ബാബ എന്ന ചെല്ല പേരിട്ട് വിളിച്ചു. MLA മാർ, MP മാർ, സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സൂരജ് പാലിന്റെ ആത്മീയ പരിപാടികളിൽ പങ്കെടുക്കാൻ സ്ഥിരമായി എത്തുമായിരുന്നു. സ്വന്തം പേരിൽ നിരവധി ബലാത്സംഗ കേസുകളുള്ള ഒരു ആത്മീയാചാരനാണ് അയാൾ. ഹത്രസിൽ ഭോലെ ബാബയുടെ ആഡംബരക്കാർ പറത്തിവിട്ട വിശുദ്ധ പൊടിമണ്ണ് വാരാൻ പോയ ഭക്തജനങ്ങൾക്കാണ് വലിയ ദുരന്തം നേരിട്ടത്. വെറും ഒരു പൊടിമണ്ണ് ശേഖരിക്കാനുള്ള പെടാപ്പാടിനൊടുവിൽ 121 സാധാരണക്കാർക്കാണ് സ്വന്തം ജീവൻ നഷ്ടമായത്. 80,000 പേർ മാത്രം പങ്കെടുക്കേണ്ടിയിരുന്ന ആത്മീയ പരിപാടിയിൽ സകല നിയമങ്ങളും കാറ്റിൽ പറത്തി 2.5 ലക്ഷം പേരാണ് തടിച്ചുകൂടിയത്. ആരാണ് ആൾദൈവമായ നാരായൺ സാഗർ ഹരി? UP-യിലെ ബഹദൂർ നഗരി ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് സൂരജ് പാലിന്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസ കാലത്തിന് ശേഷം അയാൾ UP പോലീസ് സേനയുടെ ഭാഗമായി. 18 വർഷം ലോക്കൽ ഇന്റലിജൻസ് യൂണിറ്റിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. 1999 പോലീസ് ജോലി ഉപേക്ഷിച്ച് ആത്മീയ പാത തെരഞ്ഞെടുത്തത്. അതോടെ നാരായൺ സാഗർ ഹരി എന്ന പുതിയ പേര് സ്വീകരിച്ചു. ഹിന്ദു സന്യാസിമാർ പൊതുവെ ധരിക്കുന്ന കാവ്യവേഷം അയാൾ ഉപേക്ഷിച്ചു. പകരം വെള്ള സ്യൂട്ടും ടൈയുമായിരുന്നു ഈ ആത്മീയാചാരന്റെ വേഷം. ചിലപ്പോഴൊക്കെ കുർത്തയും പൈജാമയും ധരിച്ചു. ഭാര്യാസമേതം കാസ്ഗഞ്ച് പടിയായിലെ ആഡംബര വസതിയിലാണ് ഇദ്ദേഹത്തിന്റെ താമസം. പ്രാർത്ഥനാവേദികളിലും ഭാര്യ പ്രേംപതിയും കൂടെ ഉണ്ടാകാറുണ്ട്. 100 കണക്കിന് അംഗരക്ഷകരുടെ അകമ്പടിയോടെ മാത്രമാണ് ഈ ആൾദൈവം ആൾക്കൂട്ടത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. അടുത്തിടെ ഫുൾറയിലെ ഒരു പ്രാർത്ഥനായോഗത്തിന് ഭോലെ ബാബ എത്തിയത് 60 ആഡംബര കാറുകളുടെ അകമ്പടിയോടെയായിരുന്നു. പേരിൽ 5 ബലാത്സംഗ കേസുകൾ. UP-യിൽ 121 പേരുടെ മരണത്തിനിടയാക്കിയ ഹത്രസ് പ്രാർത്ഥനായോഗത്തിന്റെ മുഖ്യ സൂത്രധാരനും സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ഭോലെ ബാബ മുൻപ് 5 ബലാത്സംഗ കേസുകളിൽ പ്രതിയാണെന്നാണ് റിപ്പോർട്ട്. ആഗ്ര, ഇറ്റാവ, കസ്ഗഞ്ച്, ഫറൂഖാബാദ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ബാബയ്ക്കെതിരെ കേസുകൾ എടുത്തിരിക്കുന്നത്. കൂടാതെ ഇത്തരം പ്രാർത്ഥനായോഗങ്ങളിൽ ഭോലെ ബാബ നടത്തുന്ന പ്രസ്താവനകൾ ധാരാളം വിവാദങ്ങൾക്കും വഴിവെക്കാറുണ്ട്. ആത്മീയതയിലൂടെ ആൾദൈവം സമ്പാദിച്ചത് കോടികൾ. UP-യിലെ മെയിൻപുരിയിൽ 13 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുകയാണ് ബാബയുടെ 5 സ്റ്റാർ ആശ്രമം. ഇത് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടുകെട്ടിയിരുന്നു. 4 കോടി രൂപ മൂല്യം വരുന്ന ഭൂമിയിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അതിലാകട്ടെ 5 സ്റ്റാർ സംവിധാനങ്ങളുള്ള നിരവധി മുറികളുണ്ട്. ആൾദൈവത്തിന് തനിച്ച് താമസിക്കാനായി 6 മുറികളും അത്യാധുനിക സംവിധാനങ്ങളുള്ള കഫറ്റീരിയ, പ്രൈവറ്റ് റോഡ്, മറ്റ് കമ്മിറ്റി മെമ്പർമാർക്കും വളണ്ടിയർമാർക്കും താമസിക്കാനായി 6 മുറികൾ എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 4 വർഷം മുമ്പ് സമ്മാനമായി ലഭിച്ചതാണ് ഈ ഭൂമിയെന്നാണ് ബാബ അവകാശപ്പെടുന്നത്. എന്നാൽ കോടികൾ വിലമതിക്കുന്ന മറ്റു സ്വത്തുക്കളും ഭോലെ ബാബയ്ക്കുണ്ടെന്ന് രേഖകൾ പറയുന്നു. ഈ സ്വത്തുക്കളിൽ പലതും രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിലെ ആശ്രമങ്ങളാണ്. ഇയാൾ ഭൂമി കയ്യേറിയെന്ന ആരോപണവും നേരിടുന്നുണ്ട്. എല്ലാ ആഴ്ചയും വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓരോ സത്സംഗങ്ങളും നടത്താറുണ്ട്. ഈ മാസം 14 ആഗ്രയിൽ ബാബയുടെ പ്രാർത്ഥനാ സമ്മേളനം നടക്കേണ്ടതായിരുന്നു. ഹത്രസ് ദുരന്ത പശ്ചാത്തലത്തിൽ ഈ ആൾദൈവം ഇപ്പോൾ ഒളിവിലാണ്. ജൂലൈ 2 ഹത്രസിൽ നടന്നതെന്താണ്? ഹത്രസ് ജില്ലയിലെ ഫുൾറൈ ഗ്രാമത്തിൽ വെച്ച് ഭോലെ ബാബയോടുള്ള ബഹുമാനാർത്ഥമാണ് കഴിഞ്ഞ ദിവസം സത്സംഗം സംഘടിപ്പിച്ചത്. ബാബയുടെ കാർ പറത്തിവിട്ട പൊടിമണ്ണ് ശേഖരിക്കാൻ ജനക്കൂട്ടം തിക്കിത്തിരക്കിയതാണ് രാജ്യത്തെയാകെ നടുക്കിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. സത്സംഗത്തിന്റെ സംഘാടകർ 80,000-ഓളം ആളുകൾക്ക് ഒത്തുചേരാനുള്ള അനുമതിയാണ് തേടിയിരുന്നത്. എന്നാൽ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി 2.5 ലക്ഷത്തിലധികം ആളുകൾ പരിപാടിക്കായി എത്തിയിരുന്നു. ആത്മീയ ചടങ്ങായ സത്സംഗത്തിന് ശേഷം ആൾദൈവം കാറിൽ മടങ്ങുമ്പോഴാണ് ആപത്കരമായ സാഹചര്യങ്ങൾ ഉടലെടുത്തത്. ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിലൂടെ ആൾദൈവത്തിന്റെ ആഡംബരക്കാർ ചീറിപ്പായുന്നതിനിടെ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങിയ പൊടിപടലങ്ങളാണ് ഇവിടെ യഥാർത്ഥത്തിൽ വില്ലനായത്. മണ്ണ് ശേഖരിക്കാൻ ജനക്കൂട്ടം തിക്കിത്തിരക്കി മുന്നിലേക്ക് വരാൻ ശ്രമിച്ചത് മുൻനിരയിലെ ജനക്കൂട്ടത്തെ താഴെ വീഴ്ത്തി ചവിട്ടിക്കൂട്ടിയായിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പാകത്തിന് പോലീസ് സേന ഇല്ലാതിരുന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. സംഘാടകരുടെ അലംഭാവവും ഞെട്ടിക്കുന്ന മനുഷ്യക്കുരുതിക്ക് കാരണമായി. ഭക്തരുടെ ആവേശം അതിരുകടക്കുന്നു എന്ന് തോന്നിയതും ആൾക്കൂട്ടം ബാബയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് തടയാനായി സേവാദർ എന്നറിയപ്പെടുന്ന അനുയായികൾ വടിയുമായി ചാടി വീഴുകയായിരുന്നു. ഇതോടെ ഓടിയെത്തിയ ജനക്കൂട്ടം പരസ്പരം തട്ടി വീഴുകയും നിലത്ത് വീണവർ പിന്നാലെ വന്നവരുടെ ചവിട്ടേറ്റും ശ്വാസം മുട്ടിയും മരിക്കുകയുമായിരുന്നു എന്നാണ് FIR-ൽ പറയുന്നത്. 2.5 ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിച്ച സമ്മേളനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വെറും 40 പോലീസുകാർ മാത്രമാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ഭോലെ ബാബയെ ഒഴിവാക്കി സംഘാടകർക്കെതിരെ മാത്രം കേസെടുക്കാനാണ് പോലീസ് തീരുമാനം. ആൾദൈവത്തിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്.